രണ്ടാമത്തെ ചാപ്റ്ററിലെ 7ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, എല്ലാവരും കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ കുറേ പേരൊക്കെയാണ് പുതിയതായിട്ട് കേൾക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു പേരിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ സാധിക്കും, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് സപ്പോർട്ട് കൊടുക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രതിരോധം. ഓക്കെ, അത് നമ്മൾ മുമ്പോട്ട് പോകുന്നതിൽ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കും. ഓക്കെ, support is a price point below the current market price that indicate buying interest. Below the current market price indicating buying interest. ഓക്കെ, അപ്പം ഒരു സ്റ്റോക്ക് ഇങ്ങനെയായിരുന്നു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പ്രൈസ് ചാർട്ടാണ് ഡ്രോ ചെയ്യുന്നത്, ലൈൻ ചാർട്ടാണ് ഞാൻ ഡ്രോ ചെയ്തത്. ഇങ്ങനെ ഡ്രോ ചെയ്ത് ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ ഒരു റീജിയനിലാണ് കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സ്റ്റോക്കിൻ്റെ ഇവിടെ എന്താണ് പറഞ്ഞത്, സപ്പോർട്ട് എന്നത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ താഴെയായിരിക്കും. ഓക്കെ, ഈ ഒരു കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ താഴെയായിരിക്കും സപ്പോർട്ട് എപ്പോഴും വരിക. ഒരിക്കലും ഇതിന് മുകളിൽ സപ്പോർട്ട് വരത്തില്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ സപ്പോർട്ട് അതിൻ്റെ അകത്ത് എന്താണുള്ളത്, ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആ സപ്പോർട്ടിൽ എന്താണ്, ബയ്യേഴ്സ് ആക്റ്റീവ് ആയിരിക്കും, ബൈ ചെയ്യാൻ വേണ്ടി ആൾക്കാർ നിൽക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ഈസ് എ പ്രൈസ് പോയിന്റ് എബോവ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ദാറ്റ് ഇൻഡിക്കേറ്റ് സെല്ലിംഗ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം റെസിസ്റ്റൻസ് എന്നത് എന്താണ്, എബോവ് ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇവിടെയാണെങ്കിൽ അതിന് മുകളിലായിരിക്കും റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഈ ഒരു ഇതിന് മുകളിലായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞതുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലൈന് താഴെയായിരിക്കും സപ്പോർട്ട് എന്നത് പറയുന്നത്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോകുമ്പം ഏതൊരു ചാർട്ട് ആണെങ്കിലും ഏതൊരു സ്റ്റോക്കിൻ്റെ ആണെങ്കിലും ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും ഏതൊരു പ്രൈസ് പോയിന്റിലാണോ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് അതിന് താഴെയായിരിക്കും സപ്പോർട്ട്, അതുപോലെ തന്നെ അതിന് മുകളിലായിരിക്കും റെസിസ്റ്റൻസ്. സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അതുപോലെ തന്നെ റെസിസ്റ്റൻസിൻ്റെ അടുത്ത് എന്താണ്, സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. അവർ ആ ഒരു റെസിസ്റ്റൻസിലേക്ക് എത്തുമ്പോഴത്തേനും ആ ഒരു ലെവലിൽ സെല്ലേഴ്സ് ഒരുപാട് പേര് നിൽക്കുന്നുണ്ടാവും സ്റ്റോക്കിനെ വിറ്റ് കളയാൻ വേണ്ടി. ഓക്കെ, അതുപോലെ തന്നെ സപ്പോർട്ടിൽ എന്താണ്, സപ്പോർട്ടിലേക്ക് വരുന്നതനുസരിച്ച് സ്റ്റോക്കിനെ ബൈ ചെയ്യാൻ വേണ്ടി ബയ്യേഴ്സ് നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ദ സപ്പോർട്ട് ലെവൽ ഈസ് വെയർ ദ പ്രൈസ് regularly stops falling and bounce back up, while the resistance level is where the price normally stops rising and dip back down. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ലെവൽ ഇനി ഏതാണെന്ന്, മുകളിലാണെന്ന് പറഞ്ഞു, ഇനി ഏതാണ് ഓരോ സ്റ്റോക്കിൻ്റെയും സപ്പോർട്ട് ലെവൽ, ഏതാണ് ഓരോ സ്റ്റോക്കിൻ്റെയും റെസിസ്റ്റൻസ് ലെവൽ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്റ്റോക്ക് പ്രൈസിന് താഴെ ഇവിടെ എന്താണ് പറയുന്നത്, പ്രൈസ് റെഗുലർലി സ്റ്റോപ്സ് ഫാളിങ്, അതായത് പ്രൈസ് താഴോട്ട് വരുമ്പോഴത്തേനും റെഗുലർലി പ്രൈസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ വന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്, ബൗൺസ് ബാക്ക് ചെയ്യുവാണ്. ആ ഒരു പോയിന്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇത് കണ്ടോ, ഈ ഒരു താഴോട്ട് സ്റ്റോക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഈ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോയി സ്റ്റോക്ക്. ഓക്കെ, അതുപോലെ തന്നെ വീണ്ടും ഇവിടെ നിന്ന് വന്നിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും തിരിച്ചു പോയി. അപ്പം ഈ ഒരു ലെവല്, ഈ ഒരു സോൺ നമുക്ക് പറയാൻ സാധിക്കും ഒരു സപ്പോർട്ട് ലെവലാണ്, അതായത് അവിടെ ബയ്യേഴ്സ് ആക്റ്റീവ് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ താഴെയാണ് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും, ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ. ഓക്കെ, ഇനി റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയർ ദ പ്രൈസ് നോർമലി സ്റ്റോപ്സ് റൈസിങ്, അതായത് പ്രൈസ് മുകളിലേക്ക് പോകുന്നത് തടഞ്ഞു നിൽക്കുന്ന ഒരു ലെവലുണ്ട്. ആ ഒരു ലെവൽ ഏതാണ്, പ്രൈസ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോയപ്പം ഈ ഒരു റീജിയനിലാണ് തടഞ്ഞത്, വീണ്ടും ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴും ആ ഒരു ലെവലിലാണ് തടഞ്ഞത്. അപ്പം ആ ഒരു ലെവൽ എന്താണ്, ആ ഒരു ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് ആണെന്ന് പറയാം, ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണെന്ന് പറയാം, ഈ ഒരു ലെവൽ സപ്പോർട്ട് ആണെന്ന് പറയാം. അപ്പം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ലെവല് ഇതിനു മുമ്പും ആ ഒരു ലെവലിൽ നിന്ന് സ്റ്റോക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു പ്രൈസിലേക്ക് വരുമ്പോഴത്തേനും, ആ ഒരു സോണിലേക്ക് വരുമ്പോഴത്തേനും ആ ഒരു ലെവലിൽ നിന്ന് വീണ്ടും പ്രൈസ് താഴോട്ട് വരാൻ സാധ്യതയുണ്ട്, അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ തന്നെ താഴോട്ടാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് വരുമ്പോഴത്തേനും ബയ്യേഴ്സ് ഇതിനു മുമ്പ് ആക്റ്റീവായിട്ടുണ്ട്, അതുപോലെ തന്നെ അവിടെ വീണ്ടും ബയ്യേഴ്സ് അവിടെ നിൽക്കുന്നുണ്ടാവും. അങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ ഒരു സ്റ്റോക്ക് ബൈ ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അതാണ് നമ്മൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ശരിയായ റെസിസ്റ്റൻസും ശരിയായ സപ്പോർട്ടും കണ്ടെത്തുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സെൻറ്റൻസ് കൂടെ ചേർത്തിട്ടുണ്ട്. ടു ഐഡൻറ്റിഫൈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് പ്ലേസ് എ ഹൊറിസോണ്ടൽ ലൈൻ
in such a way that is connects at least 2 price action zones well spaced in time. The more number of price action zone the horizontal line connect, the stronger is S and R, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഇത് നമുക്ക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യാം. അതെങ്ങനെയാണ്? അറ്റ്ലീസ്റ്റ് 2 പ്രൈസ് ആക്ഷൻ സോൺസ് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പം എത്രമാത്രം നമ്പർ ഓഫ് പ്രൈസ് ആക്ഷൻ സോൺസ് ഇൻക്രീസ് ആവുന്നോ അതനുസരിച്ച് അത് സ്ട്രോങ് സപ്പോർട്ട് അല്ലെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി മാറും. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. നമ്മളിവിടെ പറഞ്ഞത് എന്താണ്? സ്റ്റോക്ക് ഈ ഒരു ലെവലിൽ നിന്ന് ഇങ്ങനെ ട്രേഡ് ചെയ്ത് മുകളിലേക്ക് പോയി, ഇങ്ങനെ താഴോട്ട് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇങ്ങനെ താഴോട്ട് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പോയി, ഇങ്ങനെ താഴോട്ട് വന്ന്, ഇങ്ങനെ മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയണിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് താഴോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പോയിന്റ് നോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സ്വിങ്, അതായത് ഏതൊരു പോയിന്റിൽ നിന്നാണോ തിരിഞ്ഞു വരുന്നത് അത് നോട്ട് ചെയ്യുക. അപ്പം ഇത് രണ്ട് ഇവിടെ മുകളിൽ ഇങ്ങനെ വന്ന് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ലെവലിൽ മുകളിലുള്ള റെസിസ്റ്റൻസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേനും ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി, ഇവിടെ നമുക്ക് രണ്ടാമത്തെ പോയിന്റ് കിട്ടി. അപ്പോൾ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചേർത്ത് വരയ്ക്കാൻ സാധിക്കും. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് പറയുന്നത്? ഇതൊരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് പറയാൻ സാധിക്കും. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തവണ പോയി ഇടിച്ചിട്ട് വന്നു, രണ്ടാമത് ഇടിച്ചിട്ട് വന്നു, അതിന് മുമ്പ് ഒന്നും കൂടെ ഇടിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ 3 തവണ ആ ഒരു ലെവലിൽ ഇടിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പം ആ ഒരു ലെവൽ നമുക്ക് റെസിസ്റ്റൻസ് ലെവലാണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് ഏതാണ്? ഇവിടെ സ്റ്റോക്ക് താഴോട്ട് വന്നപ്പോൾ ഈ ഒരു ലെവലിൽ സപ്പോർട്ട് എടുത്തു, വീണ്ടും താഴോട്ട് വന്നപ്പോൾ ഈ ഒരു ലെവലിൽ ഇടിച്ചിട്ട് വീണ്ടും ബൗൺസ് ബാക്ക് ആണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 ലെവലും കൊണ്ട് തമ്മിൽ കൂട്ടി വരയ്ക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വെച്ച് വരയ്ക്കാം. വരച്ച് കഴിയുമ്പോഴത്തേനും ഈ കിട്ടുന്നതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പം ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഇനി വീണ്ടും വീണ്ടും വേറെ സപ്പോർട്ട്സ് കിട്ടുമോ? കിട്ടും. ഇതിന് താഴെ ഇങ്ങനെ ഒരു ചാർട്ടാണ് ഇതിന് മുമ്പ് ഫോം ചെയ്തിരുന്നതെങ്കിൽ, ഇവിടെ നിന്ന് വന്നപ്പം ഇങ്ങനെ ഒരു ഫോം ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവലും കൂടെ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ഇവിടെ അടുത്ത സപ്പോർട്ട് കിട്ടും. അതായത് ഈ ഒരു സപ്പോർട്ടിന് താഴെയുള്ള അടുത്ത സപ്പോർട്ട് കിട്ടും. അപ്പോൾ നമുക്ക് പ്രൈസ് ആക്ഷൻ പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് തമ്മിൽ ചേർത്താണ് ലൈൻ ഡ്രോ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടെത്തുന്നത്. അപ്പം മിനിമം 2 പോയിൻ്റ് എങ്കിലും വേണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്പോർട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി. ഓക്കെ, അതൊരു പ്രൈസ് ആക്ഷൻ സോണാണ്. ആ ഒരു സോണിലേക്ക് ചെല്ലുമ്പോഴത്തേനും പ്രൈസ് അത് റെസിസ്റ്റൻസ് പോയിൻ്റ് ആണെങ്കിൽ അവിടെ ഒരു സെല്ലേഴ്സ് ആക്റ്റീവ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വരുവാണെങ്കിൽ ബയേഴ്സ് ആക്റ്റീവ് ആവാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് മുമ്പോട്ട് പോകുമ്പോഴത്തേനും ഇവിടെ ഞാൻ വണ്ടർല എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ 2016 തൊട്ട് 2023 വരെയുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ പോയി ഈ ഒരു റീജിയനിൽ ഏകദേശം 420 റീജിയനാണ്. ഈ ഒരു 420 റീജിയനിൽ പോയിട്ട് വീണ്ടും താഴോട്ട് വന്നു. ഓക്കെ, അപ്പം നമുക്ക് അവിടെ നമുക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സെക്കൻഡ് ടൈം ഇവിടെ വന്നു, ഈ ഒരു റീജിയനിലേക്ക് വന്നു, ഒരു 320-330 റീജിയനിലേക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഇത്രയും നടന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലായി ഈ ഒരു റീജിയൻ ചെറിയ രീതിയിൽ അവിടെ നിന്നൊരു സെല്ലിംഗ് പ്രഷർ വരുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റീജിയനിൽ വന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു റീജിയനിൽ നമുക്കൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് റെസിസ്റ്റൻസ് സപ്പോർട്ടാണെന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. കാരണം നമുക്ക് 2 പോയിന്റ് കിട്ടണം ഒരേ ഹൊറിസോണ്ടൽ ലൈനിൽ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ചാർട്ട് ഇങ്ങനെ പോയി ഈ ഒരു റീജിയനിലൊക്കെ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് അത് വീണ്ടും താഴോട്ട് പോകുന്നു. അപ്പം ഇങ്ങനെ 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇത് ചേർത്ത് വരയ്ക്കാം. ഇതൊരു റെസിസ്റ്റൻസ് ആകാൻ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ചേർത്ത് വരയ്ക്കാം. അപ്പം സ്റ്റോക്ക് വീണ്ടും താഴോട്ട് വന്നു. അപ്പോൾ താഴോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ഡൗട്ടുണ്ട്, ഇത് ഒരു തവണ സപ്പോർട്ട് പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ബൗൺസ് ബാക്ക് ചെയ്തത്. വീണ്ടും സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റീജിയനിലേക്ക് വന്നപ്പോഴത്തേനും വീണ്ടും ഇത് മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ക്ലിയറായി 2 പോയിന്റ് കിട്ടി. അപ്പോൾ ഇത് ക്ലിയർ സപ്പോർട്ടാണെന്ന് മനസ്സിലാക്കി. അപ്പം ഒരു സിംഗിൾ പോയിന്റിലാണെങ്കിൽ താഴോട്ട് വരുമ്പോഴത്തേനും അത് സപ്പോർട്ടാകാൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബട്ട് നമുക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ വരെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും ഇത് ഒരു സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, ഇത് ഒരു സപ്പോർട്ട് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്റ്റോക്ക് ഈ ഒരു റീജിയനിലേക്ക് ചെല്ലുമ്പോഴത്തേനും വീണ്ടും സെല്ലേഴ്സ് ഇവിടെ ആക്റ്റീവ് ആയിരിക്കും. ഇതുണ്ടോ, ഇവിടെ സെല്ലേഴ്സ് ഇവിടെ റെസിസ്റ്റൻസിന് വേണ്ടി റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. പ്രൈസ് മുകളിലേക്ക് വരുമ്പോഴത്തേനും അതായത് സെല്ല് ചെയ്ത് പ്രൈസിനെ താത്താൻ വേണ്ടി റെഡിയാണ്. അപ്പോൾ ആ സെല്ലേഴ്സ് എന്ത് ചെയ്തു? അത് സെല്ല് ചെയ്ത് താത്തി. ഓക്കെ, അപ്പോൾ ഈ താഴോട്ട് വരുമ്പോഴത്തേനും നമുക്കറിയാം ഇത് 2 തവണ ഈ ഒരു പോയിന്റ് നമുക്ക് ഒരു സപ്പോർട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അവിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ആ ഒരു റീജിയനിൽ ഇത് വീണ്ടും കണ്ടോ അതിമനോഹരമായിട്ട്
ആൾക്കാർ ബൈ ചെയ്ത് അവിടെ സപ്പോർട്ട് ചെയ്യുവാണ്, ആ സ്റ്റോക്കിനെ തടഞ്ഞു നിർത്തുവാണ് താഴോട്ട് വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് എന്താണ്, വീണ്ടും സ്റ്റോക്ക് മുകളിലേക്ക് പോയപ്പോൾ വീണ്ടും നമുക്കറിയാം ഏകദേശം 1 2 ഇവിടെ ഏകദേശം 3 എക്സാക്റ്റ് അല്ല, എന്നാലും ഏകദേശം അതിനോട് തന്നെ അടുത്ത് വന്നിട്ടാണ് താഴോട്ട് വന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അറിയാം ഈ ഒരു ലെവല് 2-3 തവണ ഇടിച്ചതുകൊണ്ട് ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വീണ്ടും ആ ഒരു ലെവലിൽ വന്നു കഴിയുമ്പോൾ വീണ്ടും താഴോട്ട് വരാൻ പോസിബിലിറ്റി വീണ്ടും കിടക്കുവാണ്, അത്രയും സ്ട്രോങ് ആയ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പോൾ അത് വീണ്ടും വന്നു. ഓക്കെ, അപ്പം ഈ ഒരു റീജിയണിൽ വന്നു കഴിഞ്ഞപ്പം വീണ്ടും സപ്പോർട്ട് എടുക്കാൻ നോക്കി, കുറച്ച് മുകളിലേക്ക് പോയി. അതിനുശേഷം എന്താണ്, ആ ഒരു സപ്പോർട്ട് വീണ്ടും അവിടെ ബയ്യേഴ്സ് അവിടെ തോറ്റു പോവുകയാണ് ചെയ്തത്. ബയ്യേഴ്സ് ഇവിടെ ഫെയിലായി, ബയ്യേഴ്സിന് തടഞ്ഞു നിർത്താൻ പറ്റിയില്ല, അവിടെ സെല്ലേഴ്സിൻ്റെ ശക്തി കൂടുതലായിരുന്നു. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് ആ ഒരു ലെവലിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. ഓക്കെ, പുറത്തോട്ടിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആ ഒരു ലെവല് പുറത്തോട്ടിറങ്ങി. അപ്പോൾ പുറത്തോട്ടിറങ്ങി കഴിയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞു ഈ ഒരു പോയിന്റ് ചേർത്താണ് നമ്മൾ റെസിസ്റ്റൻസ് വരച്ചത്, ഈ ഒരു പോയിന്റും ചേർത്താണ് നമ്മൾ സപ്പോർട്ട് വരച്ചത്. നമുക്ക് വീണ്ടും ഇതിൻ്റെ അകത്ത് സപ്പോർട്ട് കിട്ടി. ഓക്കെ, അപ്പം ഈ ഒരു റീജിയൻ്റെ അകത്ത് പ്രൈസ് ഇതിൻ്റെ അകത്തായിരുന്നു ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ നിന്ന് ഇത് സ്റ്റോക്ക് പുറത്തേട്ട് ഇറങ്ങുന്ന സിറ്റുവേഷനിൽ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റോക്ക് പ്രൈസ് എവിടെയാണോ ട്രേഡ് ചെയ്യുന്നത് അതിന് മുകളിലായിരിക്കും റെസിസ്റ്റൻസ് എന്ന് പറയുന്നതും അതിന് താഴെയായിരിക്കും സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതുവരെ ഈ ഒരു റീജിയൻ നമുക്കൊരു സപ്പോർട്ടായിരുന്നു. ഓക്കെ, ഇതുവരെ ഇതൊക്കെ സപ്പോർട്ടായിരുന്നു. ബട്ട് ഈ ഒരു റീജിയന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ആ ഒരു റീജിയൻ നമുക്ക് പ്രൈസ് ഏതൊരു ലെവലിലാണോ നിൽക്കുന്നത് അതിന് മുകളിൽ അങ്ങനെയുള്ള പ്രൈസ് ആക്ഷൻ സോൺസ് കിട്ടുവാണെങ്കിൽ അത് റെസിസ്റ്റൻസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ഒരു സിറ്റുവേഷൻ തൊട്ട് അപ്പം ഈ ഒരു റീജിയണിൽ ഇത് സപ്പോർട്ടും ഇത് റെസിസ്റ്റൻസും ആയിരുന്നു. ബട്ട് ഇത് താഴോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇത് നമുക്കറിയാം ഇത് ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേനും ഈ ഒരു റീജിയൻ നല്ലൊരു പ്രൈസ് ആക്ഷൻ സോൺ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു റീജിയണിൽ വരുമ്പം വീണ്ടും അവിടെ ഒരു പ്രൈസ് ആക്ഷൻ നടക്കാൻ പോസിബിലിറ്റി ഉണ്ടെന്നും അതുപോലെ തന്നെ പ്രൈസ് മുകളിലാണ്, അതുകൊണ്ട് തന്നെ അതെന്താണ് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഈ ഒരു റീജിയണിൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സപ്പോർട്ടിന് താഴോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് പിന്നെ ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി മാറി. ഓക്കെ, അപ്പം അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ആ ഒരു റീജിയണിൽ വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റോക്ക് താഴോട്ട് വന്നു. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ആ ഒരു റീജിയണിൽ സപ്പോർട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് മാറി, അവിടെ വീണ്ടും സെല്ലേഴ്സ് മുകളിൽ നിന്ന് ഷിഫ്റ്റായി സെല്ലേഴ്സ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ സെല്ലേഴ്സ് നിൽക്കുവാണ്. അപ്പോൾ സ്റ്റോക്ക് എന്താണ് വീണ്ടും താഴോട്ട് പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റും കിട്ടി. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോയി. അപ്പം ഈ ഒരു റീജിയണിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, ഇത് നമ്മുടെ റെസിസ്റ്റൻസ് ആണ്. ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആണ്. നമ്മുടെ സപ്പോർട്ട് ലെവൽ ഏതാണ്, ഈ ഒരു 2 പോയിന്റും ചേർത്ത് നമുക്ക് സപ്പോർട്ട് ലെവൽ വരയ്ക്കാം. ഇങ്ങനെ അങ്ങ് വരയ്ക്കാം. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ സപ്പോർട്ട് ഏതാണ്, ഈ താഴെ എത്തി. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് സ്റ്റോക്ക് താഴോട്ട് വരുമ്പോൾ ഈ ഒരു റീജിയണിൽ വരുമ്പോൾ സപ്പോർട്ട് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട്. പക്ഷേ അവിടെ എടുത്തോ? ഇല്ല. എല്ലാ തവണയും സപ്പോർട്ട് എടുക്കണമെന്ന് ഒരു അത്യാവശ്യമില്ല. അവിടെ സപ്പോർട്ടൊന്നും എടുത്തില്ല. അവിടെ സെല്ലേഴ്സ് സ്ട്രോങ് ആയിരുന്നു, താഴോട്ടാണ് വന്നത്. ഓക്കെ, അങ്ങനെ താഴോട്ട് വന്ന് നമ്മൾ പറഞ്ഞു സ്റ്റോക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു റീജിയൻ നമ്മുടെ സപ്പോർട്ട് റീജിയൻ ആയിരുന്നു. അപ്പം ഇനി ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ തൊട്ട് എന്താണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഓക്കെ, ഈ ഒരു പോയിന്റും ചേർത്ത് വരച്ച ആ ഒരു ലൈൻ, ആ ഒരു സോൺ, അത് നമുക്ക് അങ്ങോട്ട് പ്രൈസ് വരുന്നതനുസരിച്ച് അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഇവിടെ വന്നപ്പോൾ എന്താണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറി. വീണ്ടും താഴോട്ട് വന്നു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ട്രേഡ് ചെയ്ത് അതിന് മുകളിൽ കയറി. അപ്പം ഇങ്ങനെ മുകളിൽ കയറി ഈ ഒരു റെസിസ്റ്റൻസിൻ്റെ അകത്ത്, ഈ ഒരു സോണിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഈ ഒരു സോണിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ എന്താണ്, നമുക്കറിയാം നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞപ്പം ഇതിന് മുമ്പ് ഈ ഒരു സോൺ ഉണ്ട്. അപ്പോൾ ഈ ഒരു സോൺ നമ്മുടെ ഈ ഒരു പ്രൈസിന് മുകളിലാണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം പ്രൈസ് താഴോട്ട് വന്നു. അപ്പം ഈ ഒരു സോൺ എന്താണ്, ഈ ഒരു സോൺ സപ്പോർട്ടാണ്. അതായത് ഇവിടെ പ്രൈസ് ആക്ഷൻസ് നടന്നിട്ടുണ്ട്, മൾട്ടിപ്പിൾ ബൗൺസ് ബാക്ക് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്താണ്, വീണ്ടും അത് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു റീജിയനിൽ നമുക്കതൊരു സപ്പോർട്ടാണെന്ന് പറയാം. അവിടെ നിന്ന് എന്താണ്, ഇത് മുകളിലേക്ക് പോയി. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഏത് കറൻറ്റ് പ്രൈസിലാണോ നിൽക്കുന്നത് അതിന് മുകളിലായിരിക്കും റെസിസ്റ്റൻസ് എപ്പോഴും. അതുപോലെ തന്നെ ഏത് കറൻറ്റ് പ്രൈസിലാണോ നിൽക്കുന്നത് അതിന് താഴെയായിരിക്കും സപ്പോർട്ട് സോൺ. ഓക്കെ, അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഒരു സപ്പോർട്ടിന് താഴെ എത്തിക്കഴിയുമ്പോഴത്തേനും അത് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. അതുപോലെ തന്നെ നമ്മൾ ഒരു
ഈ ഒരു റീജിയൺ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്കാണ് കയറിയതെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോക്ക് ഇവിടെ അത് റെസിസ്റ്റൻസ് ആയിരുന്നു, ഇവിടെ അത് സപ്പോർട്ടായി മാറി. ഓക്കെ, ഈ താഴോട്ട് വരുമ്പോൾ ഇനി ഇത് സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റ്സും ചേർത്ത് നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഇവിടെയാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ, അങ്ങനെ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും, സപ്പോർട്ടും റെസിസ്റ്റൻസും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ട് റീജിയനിലേക്ക് വരുമ്പോഴത്തേനും അവിടെ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഉണ്ടാകാൻ പോസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അവിടെ ഉണ്ടാകണമെന്ന് 100% ഉറപ്പുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം നമുക്ക് ആ ഒരു റീജിയനിൽ വന്നിട്ട് ഒരു സപ്പോർട്ടൊക്കെ എടുത്ത് മുകളിലേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അവിടെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, വീണ്ടും നമുക്ക് എൻട്രി എടുക്കാം. അപ്പം അത് മുകളിലേക്ക് പോകാൻ പോസിബിലിറ്റി ഉണ്ട്. എല്ലാ സാഹചര്യത്തിലും എടുക്കുമോ? ഇല്ല. ഇവിടെ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എൻട്രി എടുത്തു, മുകളിലേക്ക് പോയി. ഈ ഒരു റീജിയനിൽ നമ്മൾ എന്താണ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് കണ്ടപ്പോൾ നമുക്ക് തോന്നി ഇനിയും താഴോട്ട് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സംഭവിച്ചു. അതുപോലെ തന്നെ ഇവിടെ താഴെ വന്നിട്ട് ഇത് മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് മാറി. ഈ ഒരു ലെവൽ, ആ ഒരു ലെവലിൽ നിന്ന് താഴോട്ട് പോരാൻ പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പം താഴോട്ട് പോകുന്നു, കണ്ടോ, ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നല്ല ഏത് മൂവ്മെൻറ്റാണ് കിട്ടാൻ ഇനി മുമ്പോട്ട് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയും ഇൻട്രസ്റ്റ് ഏതൊരു സോണിലാണെന്ന് നമുക്ക് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ എത്ര പോയിൻ്റ് ഉണ്ടോ ഒരു ചാർട്ടിൽ, എത്ര പോയിൻ്റ് ഉണ്ടോ, ഒരുപാട് പോയിൻ്റ് ഉണ്ടെങ്കിൽ അത്ര സ്ട്രോങ് ആയിരിക്കും ആ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന സോൺസ് മാത്രമാണ് നമ്മൾ നോട്ട് ചെയ്യത്തുള്ളൂ. അല്ലാതെ നമ്മളിപ്പം ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു പോയിൻ്റ് നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ഡ്രോ ചെയ്യത്തില്ല. കാരണം എന്താണ്, ഇവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന പോയിൻറ്റ്സ് ഏതാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് ഇത് കൂട്ടി വരയ്ക്കാം. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ചാർട്ടിൽ, നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് ഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു പോയിൻ്റ് കാണാൻ സാധിക്കുന്നുണ്ട്, അത് തമ്മിൽ പോയിൻ്റ് ഡ്രോ ചെയ്യാം. ഇത് കാണാൻ സാധിക്കുന്നുണ്ട്, ഡ്രോ ചെയ്യാം. ഓക്കെ, അങ്ങനെ സപ്പോർട്ട് എടുത്തത് കണ്ട നല്ല റീജിയൻസ് മാത്രം ഡ്രോ ചെയ്യുക. അല്ലാതെ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും നോട്ട് ചെയ്യാതെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോട്ട് ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചാർട്ട് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഏറ്റവും വലിയ വ്യൂ ഓപ്പൺ ആക്കാൻ നോക്കുക, മന്ത്ലി വ്യൂ ഓപ്പൺ ആക്കാൻ നോക്കുക. അപ്പോൾ മന്ത്ലി വ്യൂ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് ആ ഒരു സ്റ്റോക്ക് സ്റ്റാർട്ട് ചെയ്തത് തൊട്ട് ഇതുവരെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ ഏകദേശം ഇത് കണ്ടോ, 2002 തൊട്ട് 2023 വരെയുള്ള കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റോക്കിലുണ്ടായ മൂവ്മെൻറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സ്റ്റോക്ക് ഇങ്ങനെയാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു റീജിയനിൽ ഇങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരുന്നു. അതിനുശേഷം ഇവിടെ നിന്ന് വീണ്ടും അപ് ട്രെൻഡ് ഇതുണ്ടോ, ഇപ്പോഴും അപ് ട്രെൻഡിലാണ് മൂവ് ചെയ്യുന്നത്. നമുക്ക് ഏകദേശം ഒരു ഐഡിയ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു റീജിയനിൽ എന്താണ്, മാർക്കറ്റ് ഏകദേശം ഒരു റേഞ്ചിലായിരുന്നു, ഇവിടെ മുകളിലേക്കാണ് പോയത്. അപ്പം ഇത്രയും നമുക്കൊരു ഓവറോൾ പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ കണ്ടോ, ഇവിടെ അപ് ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വോളിയം ഇൻക്രീസ് ആയി. വോളിയം ഇൻക്രീസ് ആകുന്നതനുസരിച്ച് ഇത് അപ് ട്രെൻഡിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ വോളിയം ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, വോളിയത്തിൻ്റെ പ്രത്യേകതയും. അപ്പം ഇങ്ങനെയുള്ള കോമൺ ആയിട്ട് നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിട്ട് പതുക്കെ അനാലിസ് ചെയ്ത് ഒന്ന് ഓരോ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മളിവിടെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിലേക്ക് വരുമ്പോഴത്തേനും നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് ആക്ഷൻ സോൺസ് കണ്ടുപിടിക്കുക. ഈ ഒരു റീജിയനിലാണ് ഇപ്പോൾ കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിന് മുകളിലുള്ള ഏത് പ്രൈസ് ആക്ഷൻ സോൺ ആണെങ്കിലും നമുക്ക് അതിനെ റെസിസ്റ്റൻസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ചാർട്ടിൽ നോക്കുമ്പം ഇതിന് മുകളിൽ നമുക്ക് ഇത്രയും പോയിന്റിൽ മാത്രമാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും പ്രൈസ് ആക്ഷൻ സോൺ കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റൻസ് എന്നും, ഈ ഒരു ലെവലിന് താഴെ ഉള്ളതെല്ലാം സപ്പോർട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിന് താഴെ ഇതൊരു പ്രൈസ് ആക്ഷൻ സോൺ ആയിരുന്നു, ഇതൊരു പ്രൈസ് ആക്ഷൻ സോണാണ്, ഇതൊരു 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 സോണാണ്, ഇതൊക്കെ ഒരു സോണാണ്, ഇതൊരു സോണാണ്. ഇങ്ങനെ കുറേ സോൺസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഒന്ന് നോട്ട് ചെയ്യാം. ഏകദേശം ഈ ഒരു ലെവൽസ് ഒന്ന് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ലെവലാണ്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽസൊക്കെ ഒന്ന് ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഉണ്ടോ, നമുക്ക് ഈ ഒരു പോയിൻറ്റും നമ്മൾ ചേർത്ത് വരച്ച് കഴിഞ്ഞപ്പം ഇത് ഇച്ചിരി താഴെയാണ്. ഓക്കെ, അപ്പം ഈ ഒരു 2 പോയിൻറ്റ് ചേർത്ത് വരച്ചപ്പം കിട്ടിയ ആ ഒരു ലൈനിൽ എക്സാക്റ്റ് ആയിട്ട് പോയി ആ ഒരു റീജിയനിൽ പോയി റെസിസ്റ്റൻസ് എടുത്ത് പ്രൈസ് താഴോട്ട് വന്നു. അതിനുശേഷം വീണ്ടും ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ വീണ്ടും വന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വന്നു. അപ്പോൾ റെസിസ്റ്റൻസിന് നല്ല പവറുണ്ട്. ഈ ഒരു പ്രൈസ് ആക്ഷൻ നടന്നത് എപ്പോഴാണ്, ഈ ഒരു റീജിയനിൽ നിന്ന് ഇത് 2011-12 കാലയളവിലാണ് ഈ ഒരു റീജിയനിലേക്ക് എസ് പിയുടെ സ്റ്റോക്ക് പ്രൈസ് വന്നത്.
ഏകദേശം 250 300ലേക്ക്. അതിനുശേഷം 300-ൽ നിന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും ഇങ്ങനെ ട്രേഡ് ചെയ്ത് 2015 എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് അത് വീണ്ടും ആ ഒരു 300 എന്ന റീജിയനിൽ വന്നിട്ട് വീണ്ടും അത് താഴോട്ട് വരുവാണ്. കണ്ടോ? അപ്പം ഇവിടെ നിന്ന് ഒരു 5 വർഷം മുമ്പ് നടന്ന ആ ഒരു പ്രൈസ് ആക്ഷൻ ഈ ഒരു 5 വർഷം കഴിഞ്ഞിട്ടും അത് ചാർട്ടിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം എന്ത് മനോഹരമായിട്ടാണ് ടെക്നിക്കൽ അനാലിസിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പം ഇവിടെ വീണ്ടും പോയി കഴിഞ്ഞപ്പം വീണ്ടും ഒരു 16 17 ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും ആ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞപ്പം ആ ഒരു ലെവലിൽ വന്ന് ഇടിച്ചിട്ട് വീണ്ടും താഴോട്ട് വരുവാണ് സ്റ്റോക്ക്. അപ്പോൾ അത് സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയാൻ സാധിക്കും. ആ ഒരു ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, വീണ്ടും ആ ഒരു ലെവൽ 2019 വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ ഒരു റെസിസ്റ്റൻസ് എടുക്കുകയാണ്. നമുക്ക് ഈ മന്ത്ലി ക്യാൻഡിൽ ഓപ്പൺ ആയിക്കുമ്പോൾ ആ ഒരു ചാർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണെന്ന് പറഞ്ഞു. ഈ ഒരു ലെവൽ എന്താണ്? കറൻറ്റ് ട്രേഡ് പ്രൈസിനേക്കാളും താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണ്? ഒരു സപ്പോർട്ടാണ്. ഓക്കെ, കറൻറ്റ് ട്രേഡ് പ്രൈസിനേക്കാളും താഴെയാണ്, സപ്പോർട്ടാണ്. അപ്പം ഇതിനേക്കാളും നമ്മളെപ്പോഴും ചെക്ക് ചെയ്യുന്ന സമയത്ത് മന്ത്ലിയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന റീജിയനോട് ചേർന്ന് നിൽക്കുന്ന പ്രൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുക. അപ്പം ആദ്യമേ ഇത് ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഓക്കെ, ബട്ട് നമുക്ക് ചേർന്ന് നിൽക്കുന്ന പ്രൈസാണ് വേണ്ടത്. താഴെയും ചേർന്ന് നിൽക്കുന്ന പ്രൈസ്, അതുപോലെ തന്നെ മുകളിലും ചേർന്ന് നിൽക്കുന്ന പ്രൈസാണ് വേണ്ടത്. കാരണം നമ്മൾ ഒരുപാട് ടൈമിലേക്ക് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരല്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് മുകളിലത്തെയും താഴത്തെയാണ് നമ്മൾ എപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും ഈ ഒരു സപ്പോർട്ടിനോട് മുകളിൽ ഈ ഒരു റീജിയനോട് ഈ ഒരു പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റേതെങ്കിലും പ്രൈസ് ആക്ഷൻ സോൺ ഉണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇപ്പോൾ ഈ സ്റ്റോക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി ഈ ഒരു റീജിയനിൽ ചെന്നു, അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു, വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ, അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു. ഇതാണ് നമ്മുടെ കറൻറ്റ് പ്രൈസ്. ഇവിടെ നിന്ന് പോയി ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോയി ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വന്നിട്ട് ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു 2 പോയിൻറ്റ്സ്, ഈ ഒരു പോയിൻറ്റും അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അപ്പം അത് ചേർത്ത് നമുക്ക് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം, ഹൊറിസോണ്ടൽ ലൈൻ. അതുപോലെ തന്നെ താഴത്തെ ഈ ഒരു ലെവൽ നമുക്ക് അധികം പോയിൻറ്റ്സ് ഒന്നും കിട്ടിയിട്ടില്ല, സിംഗിൾ പോയിൻ്റാണ് കിട്ടിയിരിക്കുന്നത് ഈ ഒരു റീജിയൻ. അത് നമുക്ക് അതും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഒരിക്കലും ഒരു സിംഗിൾ പോയിൻ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടെ ഇപ്പം ഇതെന്താണ്, ഒരു സിംഗിൾ പോയിൻ്റാണ് ഈ കാണുന്നത്. അപ്പം ആ ഒരു സിംഗിൾ പോയിൻ്റ് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊന്നും ഇല്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സൂം ചെയ്തിട്ട് നമുക്ക് പുറകിലെ ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു റീജിയനോട് ചേർന്ന് നിൽക്കുന്ന ലെവൽസ് മാത്രം മതി. ഈ ഒരു റീജിയനോട് ചേർന്ന് നിൽക്കുന്ന ലെവലാണ് ഈ മുകളിലത്തെ കുറച്ച് പ്രൈസും, അതുപോലെ തന്നെ ഏകദേശം ഈ ഒരു റീജിയനും. അതിന് താഴെയുള്ള ലെവൽസ് ഒന്നും നമുക്ക് ഈ ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻസ് ഒന്നും ഡ്രോ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡ്രോ ചെയ്യാം. നമുക്ക് അതിനോട് ചേർന്ന് നിൽക്കുന്ന ലെവൽസാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്ന് സൂം ചെയ്യാം. അപ്പോൾ നമ്മൾ മനസ്സിലായി, പുറകിൽ നമുക്ക് ഈ ഒരു റീജിയനിലൊന്നും ചാർട്ടില്ല. അപ്പോൾ നമ്മൾ സൂം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഈ ഒരു പ്രൈസ് ഈ ഒരു റീജിയനിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മന്ത്ലിയിൽ ഈ ഒരു റീജിയനിൽ പോയിട്ട് താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി, അതിനുശേഷം ഇങ്ങനെ താഴോട്ട് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ ഇതാണ് നമ്മുടെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ഇതിന് മുകളിൽ നിൽക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ ഏതാണ്? ഇതൊരു പോയിൻ്റാണ്, അതുപോലെ തന്നെ ഇതൊരു പോയിൻ്റാണ്. അപ്പം ഇത് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു 2 പോയിൻറ്റ്സും കൂടെ ചേർത്ത് നമുക്കൊരു റെസിസ്റ്റൻസ് ആണ് മുകളിൽ നിൽക്കുന്നതെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെവലിന് താഴെയുള്ള ലെവൽസ് ഏതൊക്കെയാണ്? ഈ ഒരു ലെവല് ഇത് തമ്മിൽ ചേർത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ലെവൽ കിട്ടും, ഇതിനോട് ചേർന്ന് തന്നെ. ആ ഒരു ലെവല് നമുക്ക് ഒരു സപ്പോർട്ടായിട്ടും കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസ് എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത്? ഇവിടെ നമുക്ക് ഈ ഒരു പെന്നിൻ്റെ ഐക്കണുണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റു ബ്രോക്കറിലാണെങ്കിലും ഇവിടെ തന്നെ ഓപ്ഷൻ കിട്ടും. ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐക്കൺ കിട്ടും. അതിനെന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത് കളർ മാറ്റാം. നമുക്ക് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിന് വേണമെങ്കിൽ റെഡ് ഉപയോഗിക്കാം, ആ ഒരു റീജിയനിൽ സെല്ലേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഏതൊരു പോയിന്റുകൾ തമ്മിലാണോ ചേർത്ത് വരയ്ക്കേണ്ടത് അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ ചേർത്ത് വരയ്ക്കുന്നതിന് അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മന്ത്ലിയിൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കട്ട് കൂട്ടി ഒന്ന് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ലെവലാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ട് വരയ്ക്കുന്ന സമയത്ത് എന്താണ്, നമുക്ക് കളർ മാറ്റി ഗ്രീൻ ഒന്ന് ആഡ് ചെയ്യാം, ഒന്ന് മനസ്സിലാകുന്നതിന് വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി. ഈ ഒരു ലെവൽ നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു ലെവൽ നമുക്ക് താഴോട്ട് വന്നിട്ട് ഈ ഒരു റീജിയനിൽ വന്നിട്ട് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് താഴോട്ട് വന്നിട്ട് വീണ്ടും താഴോട്ട് വന്നു. വീണ്ടും മുകളിലേക്ക് പോയി ഇവിടെ, അതിനുശേഷം വീണ്ടും താഴോട്ട് വന്നു.
ഈ ഒരു ലെവൽ, ഈ ഒരു ലെവൽ. അപ്പം ഈ ഒരു പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ലെവലാണ്. ഇത് അതിലും താഴെയുള്ള ലെവലാണ്. ഓക്കെ, അത് നമ്മൾ നോട്ട് ചെയ്യും, ബട്ട് അതിലും താഴെയുള്ള ലെവലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ നിലവിലത്തെ സിറ്റുവേഷനിൽ നമുക്ക് റെഡ് കളർ കൊടുക്കാം. റെഡ് കളറിൽ എന്താണ് ഇതുണ്ടോ, സോറി ഗ്രീൻ കളർ കൊടുക്കാമായിരുന്നു. റെസിസ്റ്റൻസ് വരച്ചു, താഴെ നമ്മൾ ആ ഒരു പോയിന്റിൽ വെച്ച് സപ്പോർട്ട് വരച്ചു, അതുപോലെ തന്നെ താഴത്തെ ആ ഒരു ലെവലിൽ വെച്ച് വീണ്ടും സപ്പോർട്ട് വരച്ചു. ഓക്കെ, നമുക്ക് മന്ത്ലിയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് നമ്മൾ ഡ്രോ ചെയ്തു. ഓക്കെ, നമുക്ക് ഇത് കണ്ടോ, അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ലെവലിൽ പോയി ഇടിച്ചിട്ട് തിരിച്ചു പോന്നു, ഈ ഒരു ലെവലിൽ പോയിട്ട് തിരിച്ചു പോന്നു. അപ്പം ഈ ഒരു കറൻറ്റ് പ്രൈസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞു ഈ ഒരു ലെവല്, ഈ ഒരു സിറ്റുവേഷനിലൊക്കെ ഇതൊരു റെസിസ്റ്റൻസ് ലെവലായിരുന്നു. ബട്ട് ഇവിടെ പോയിട്ട് ഈ ഇങ്ങനെ വന്ന് ഇവിടെ നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്താണ്, ഈ ഒരു കറൻറ്റ് പ്രൈസിന് താഴെയാണ് ഈ ഒരു ലെവൽ. അപ്പോൾ ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ഇത് സപ്പോർട്ടായിട്ട് ഇവിടെ മാറും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഇങ്ങനെ പോയി ഇടിച്ചിട്ട് താഴോട്ട് വന്നു മൾട്ടിപ്പിൾ ടൈമിൽ. അപ്പോൾ ഇതെന്താണ്, ഇത് റെസിസ്റ്റൻസ് ആണ് ഇതിന് മുകളിൽ. ഓക്കെ, അപ്പം ഇനി ഈ ഒരു ലെവലിന് താഴോട്ട് വരുവാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഏതാണ്, ഈ ഒരു ലെവലാണ്. അതേതാണ്, സപ്പോർട്ടാണ്. പ്രൈസ് താഴെയാണ് നിൽക്കുന്നത്, പ്രൈസ് മുകളിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അത് സപ്പോർട്ട് ലെവലായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇനി മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ റെസിസ്റ്റൻസ് ഏതാണ്, ഈ ഒരു ലെവൽ റെസിസ്റ്റൻസ് ആയിട്ട് മാറും. കാരണം എന്താണ്, ഈ ഒരു പോയിൻറ്റും തമ്മിൽ ചേർത്ത് വരച്ച് നമുക്ക് ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത് എക്സാക്റ്റ് ഇങ്ങനെ ഒരു പോയിന്റ് ഇങ്ങനെ എക്സാക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഒരു പോയിന്റ് ഇവിടെയും അടുത്ത പോയിന്റ് ഇച്ചിരി മുകളിലും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ് സോണ് നമ്മൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലെവൽ, ഈ ഒരു കംപ്ലീറ്റ് സോൺ നമുക്കൊരു സപ്പോർട്ടായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു സോൺ നമ്മൾ ഇനി മുമ്പോട്ട് വരുമ്പോഴത്തേനും ഒരു സപ്പോർട്ടായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, എക്സാക്റ്റായിട്ട് ഒരു പ്രൈസ് പോയിന്റ് 500 എന്ന വില നമുക്കൊരു സപ്പോർട്ട് എന്ന് പറയാൻ പറ്റില്ല. ഏകദേശം 490 to 500 അല്ലെങ്കിൽ 490 to 510 ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ മന്ത്ലിയിൽ വരച്ചു. അതിനുശേഷം നമ്മൾ മന്ത്ലിയിൽ നമുക്ക് നല്ല രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി നമുക്ക് വീക്ക്ലിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ വീക്കിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമ്മളിപ്പോൾ കുറച്ചും കൂടെ സൂമായി നമ്മുടെ ചാർട്ട്. അപ്പോൾ നമ്മൾ ആ നോട്ട് ചെയ്ത പോയിൻ്റ് ഏതൊക്കെയായിരുന്നു, ഈ ഒരു പോയിൻറ്റും ചേർത്താണ് നമ്മൾ വരച്ചത്. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു റീജിയനും ഇമ്പോർട്ടൻസ് ഉണ്ട്, ഈ ഒരു റീജിയനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കണ്ടോ, മൾട്ടിപ്പിൾ ടൈമിൽ ഒരേ ലെവലിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അത് മന്ത്ലിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ലായിരുന്നു. ഈ ഒരു റീജിയൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ നല്ല രീതിയിൽ റെസിസ്റ്റൻസ് എടുത്തു 3 തവണ. അതിനുശേഷം തിരിച്ച് മുകളിൽ നിന്ന് താഴോട്ട് വന്നപ്പം ആ ഒരു റീജിയൻ സപ്പോർട്ട് എടുത്തു. അപ്പം ഈ ഒരു ലെവലുകളെല്ലാം ചേർത്ത് ഒരു ലെവൽ ഇവിടെയും ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് ആണെന്ന്. അപ്പോൾ ഇവിടെ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോയപ്പം അവിടെ പോയി ഇടിച്ചിട്ട് ഇത് താഴോട്ട് വന്നു. ഓക്കെ, ഇത് താഴോട്ട് വന്നപ്പോൾ ഏത് ലെവലിലാണ് വന്ന് സപ്പോർട്ട് എടുത്തത്, ഇവിടെ ഒരു ലെവൽ ഉണ്ടായിരുന്നു, ആ ഒരു ലെവലിലാണ് വന്ന് പ്രൈസ് സപ്പോർട്ട് എടുത്തത്. അതിനുശേഷം ഇത് മുകളിലേക്ക് പോയി താഴോട്ട് വന്ന് ഇത് കണ്ടോ, ഇവിടെ കുറേ നേരം ട്രേഡ് ചെയ്ത് അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്ത് അവിടെ സെല്ലേഴ്സ് ആക്റ്റീവ് ആയിരുന്നു, അവിടെ നിന്ന് താഴോട്ട് പോന്നു. അപ്പം ഈ ഒരു ലെവലിൽ അത് സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല. ഈ ഒരു ലെവൽ നമുക്ക് സപ്പോർട്ടായി മാറി, പക്ഷേ ഇവിടെ സപ്പോർട്ട് എടുക്കാൻ പറ്റിയില്ല, അതിന് താഴോട്ട് വന്നു. അതിനുശേഷം സപ്പോർട്ട് എവിടെയാണ് എടുത്തത്, ഈ ഒരു താഴത്തെ ലെവലിലാണ് സപ്പോർട്ട് എടുത്തത്, ഈ ഒരു ലെവലിൽ. ഓക്കെ, അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതുണ്ടോ, വീണ്ടും അത് സപ്പോർട്ടായി ഈ ഒരു ലെവൽ, അതിനുശേഷം ഇത് വീണ്ടും റെസിസ്റ്റൻസ് ആയി മാറി. ഓക്കെ, അപ്പോൾ സപ്പോർട്ടും ലെവലും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ കറൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ പറയുവാണെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഈ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സോൺ നമുക്ക് ഒരു സപ്പോർട്ട് സോൺ ആണെന്നും ഇതിന് മുകളിലുള്ള സോൺ നമുക്ക് റെസിസ്റ്റൻസ് സോൺ ആണെന്നും പറയാൻ സാധിക്കും. ഇനി നമുക്ക് സ്വിച്ച് ചെയ്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് ഇവിടെയും നമുക്ക് മറ്റേതെങ്കിലും ലെവൽസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇതിൻ്റെ അകത്ത് നോട്ട് ചെയ്യാം. ഓക്കെ,
ഇതിന് മുകളിൽ വീക്കിലിയിൽ നമ്മൾ ഏതെങ്കിലും ലെവൽ കാണുന്നുണ്ടോ? ഈ ഒരു ലെവൽ ചെറുതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഒരു സിംഗിൾ ലെവലാണ്. അപ്പോൾ നമുക്കവിടെ ഒരു വേണമെങ്കിൽ ഒന്ന് കട്ടി കുറച്ചതൊന്ന് നോട്ട് ചെയ്യാം ആ ഒരു ലെവൽ. ഓക്കെ, അതിൻ്റെ കളറ് നമുക്കൊന്ന് മാറ്റി വരയ്ക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആകും. ഈ ഒരു ലെവൽ നമ്മൾ നോട്ട് ചെയ്തു. അതുപോലെ തന്നെ മറ്റേതെങ്കിലും ലെവൽസ് ഉണ്ടോ ഇതിൻ്റെ അകത്ത്? ഇത് ഒരു ചെറിയൊരു പോയിൻ്റ് ആയിരുന്നു, ഈ ഒരു പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അത് നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ എല്ലാ പോയിൻറ്റും നോട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് തോന്നുന്ന പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക. കാരണം ഇവിടെ എന്താണ്, നല്ല രീതിയിൽ അവിടെ ഒന്ന് ട്രേഡ് ചെയ്ത് അവിടെ നിന്ന് തിരിച്ചു പോരുവാണ് ഇത്. ഇവിടെ എന്താണ്, ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് പോയിട്ട് അപ്പോൾ തന്നെ തിരിച്ചു പോരുവാണ് ഇത്. അപ്പോൾ ഇവിടെ കുറച്ച് ട്രേഡ് ചെയ്ത് താഴോട്ട് പോകുന്നതിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി താഴെ മറ്റേതെങ്കിലും പോയിൻറ്റ്സ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഈ ഒരു ലെവലിന് താഴെ ഏതെങ്കിലും ചെറിയ പോയിൻറ്റ്സ് ഉണ്ടോ? നമുക്കിവിടെ തൊട്ട് ചേർന്ന് മറ്റ് പോയിൻറ്റ്സ് ഒന്നുമില്ല, നമ്മൾ ആ മന്ത്ലിയിൽ കണ്ട ആ ഒരു സപ്പോർട്ട് റീജിയൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. അപ്പോൾ ഡെയിലിയിലോട്ട് പോകുമ്പം നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ ആ വരച്ച് വെച്ച ആ സപ്പോർട്ടും റെസിസ്റ്റൻസും തന്നെയാണ് ഇവിടെയും കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ പോയി അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തു, ഇങ്ങനെ മുകളിൽ പോയി, അവിടെ നമുക്ക് പ്രൈസ് ആക്ഷൻസ് ഒന്നും കണ്ടില്ല, ആ ഒരു സപ്പോർട്ടിലും റെസിസ്റ്റൻസിലൊന്നും ആക്ട് ചെയ്യുന്നതായിട്ട് കണ്ടില്ല. ഈ ഒരു റീജിയനിൽ പോയി, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. ഇത് കണ്ടോ, ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്ക് ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തു, ഈ ഒരു റീജിയനിൽ പോയി ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, അപ്പോൾ നമുക്ക് 2 പോയിൻറ്റ് കിട്ടി. വീണ്ടും താഴോട്ട് വന്നു, താഴോട്ട് വന്നപ്പോൾ എന്താണ്, ഈ ഒരു പോയിൻറ്റും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയാം. കാരണം എന്താണ്, ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഈ ഒരു ലെവലും ഒക്കെ ചേർത്ത് നമുക്ക് മുമ്പോട്ട് ലൈൻ ഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഡെയിലിയിൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വേണമെങ്കിൽ ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, അതും കൺസിഡർ ചെയ്യാൻ പറ്റും ആ ഒരു ലെവൽ. ഓക്കെ, ഈ ഒരു ലെവൽ കണ്ടോ, നമ്മൾ മാക്സിമം നമ്മൾ ഈ ഒരു ലെവൽസ് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ടും ക്യാൻഡിലിൻ്റെ ബോഡി കട്ട് ചെയ്യാതിരിക്കുക, മാക്സിമം വിക്കുകൾ തമ്മിൽ കട്ട് ചെയ്ത് വരയ്ക്കാൻ നോക്കുക. ഇത് കണ്ടോ, മാക്സിമം ഇവിടെ വരയ്ക്കുന്ന സമയത്ത് എന്താണ്, ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വരയ്ക്കാതെ മാക്സിമം ഇതിൻ്റെ വിക്കുകൾ, ഈ ഒരു വിക്കുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കാൻ നോക്കുക ആ ഒരു സോൺ കണ്ടെത്തുമ്പോൾ. നമുക്ക് ഇവിടെ നമുക്ക് കുറേ ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലിയിലും അത് നോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, ഈ ഒരു റീജിയണിലും ഈ ഒരു റീജിയണിലും ഈ ഒരു റീജിയണിലും ആക്ട് ചെയ്ത ആ ഒരു പ്രൈസ് ആക്ഷനാണ് ഇവിടെ നിന്ന് വന്നപ്പം അവിടെ ഇത് കണ്ടോ, ഒന്ന് ചെറിയ രീതിയിൽ അവിടെ നിന്ന് പ്രൈസ് ഒന്ന് ആക്ട് ചെയ്യാൻ നോക്കി, അവിടെ നിന്ന് സപ്പോർട്ട് എടുക്കാൻ നോക്കി, പക്ഷേ അവിടെ സപ്പോർട്ട് എടുക്കാൻ പറ്റില്ല, വീണ്ടും താഴോട്ട് വന്നു. ഓക്കെ, അപ്പം നമുക്ക് ഇനി താഴോട്ട് വരുമ്പോഴത്തേനും ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ? ഇനി താഴോട്ട് വരുമ്പോഴത്തേനും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു 545 ടു 550-55 റീജിയൻ. കാരണം എന്താണ്, ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു പ്രൈസ് ആക്ഷൻ സോണാണ്, റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വരച്ച ഒരു ലെവലാണ്. അപ്പം ഈ ഒരു ലെവലിൽ വരുമ്പം ഒരുപക്ഷെ അവിടെ സപ്പോർട്ട് എടുത്തേക്കാം, എടുക്കുമെന്ന് ഉറപ്പല്ല, ഒരുപക്ഷെ സപ്പോർട്ട് എടുത്തേക്കാം. അത് മുകളിലേക്ക് പോകുമ്പോഴത്തേനും ഈ ഒരു റീജിയൻ എന്തായിരിക്കും, അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇനി മുകളിലേക്ക് പോകുമ്പോൾ അതെന്താണ്, റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ തിരിച്ചു വരുമ്പോൾ ഇതെന്തായിരിക്കും, സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അവിടെ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും മുകളിലേക്ക് പോകും. അപ്പോൾ അതെന്താണ്, അത് റെസിസ്റ്റൻസ് ആയിട്ട് ആ ഒരു ലെവൽ ആക്ട് ചെയ്യും. അപ്പോൾ അതിന് മുകളിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. പിന്നെ അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് റെസിസ്റ്റൻസ് ആവും, ഇത് സപ്പോർട്ടാവും, ഇത് റെസിസ്റ്റൻസ് ആവും, ഇത് സപ്പോർട്ടാവും. ഇങ്ങനെയാണ് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, കറൻറ്റ് ട്രേഡ് പ്രൈസിനേക്കാളും മുകളിലുള്ളതാണ് റെസിസ്റ്റൻസ് എന്നും കറൻറ്റ് പ്രൈസിനേക്കാളും താഴെയുള്ളതാണ് സപ്പോർട്ട് എന്നും, സപ്പോർട്ടിൽ എന്താണ് ബയേഴ്സ് ആക്റ്റീവ് ആകാനുള്ള ബയേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും, റെസിസ്റ്റൻസിൽ സെല്ലേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഒന്നിലധികം പോയിൻറ്റുകൾ തമ്മിൽ ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോ ചെയ്യാൻ നോക്കുക. അപ്പം 2 പോയിൻ്റെങ്കിലും മിനിമം കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അത് ക്ലിയർ ആയിട്ട് നമുക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് പറയാൻ സാധിക്കും. ബട്ട് നമുക്ക് സിംഗിൾ പോയിൻ്റ് ആണെങ്കിലും നമുക്ക് കൺസിഡർ ചെയ്യാം, ആ ഒരു ലെവലിൽ പ്രൈസ് ആക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു പോയിന്റിൽ നിന്ന് പ്രൈസ് തിരിച്ചു പോന്നിട്ടുണ്ട്, ഒരു യു ടേൺ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ പ്രൈസ് ആക്ഷൻസ് നടക്കുന്നുണ്ട്. ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പം അതും നമുക്ക് നോട്ട് ചെയ്യേണ്ട ഒരു റീജിയൻ തന്നെയാണ്, അത് നമുക്ക് അവോയ്ഡ് ചെയ്യേണ്ട. ബട്ട് നമുക്ക് ഒരു സൂപ്പർ സപ്പോർട്ട് അല്ലെങ്കിൽ സൂപ്പർ റെസിസ്റ്റൻസ് ആണെങ്കിൽ ഒരു 3-4
5 ഒക്കെ നമുക്ക് ഒരേ ലെവലിൽ 3, 4, 5 പോയിൻറ്റ്സ് ഒക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേനും ഇവിടെ പ്രൈസ് ഈ ഒരു റീജിയനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു മുകളിലത്തെ ലെവൽ റെസിസ്റ്റൻസ് ആണെന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ താഴെ കുറേ പോയിൻറ്റുകൾ ഒന്നിച്ച് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ലെവൽ നമുക്ക് നല്ല സപ്പോർട്ടാണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രമാത്രം പോയിൻ്റ് കൂടുന്നുണ്ടോ അതനുസരിച്ച് അത് സപ്പോർട്ട് സ്ട്രെങ്ത് കൂടും, മുകളിലാണെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ സ്ട്രെങ്ത് കൂടും. ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും കുറേ ചാർട്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ സപ്പോർട്ടും റെസിസ്റ്റൻസും ഡ്രോ ചെയ്യാൻ പഠിക്കുക. അപ്പോൾ സപ്പോർട്ടും റെസിസ്റ്റൻസും ഡ്രോ ചെയ്യുന്ന സമയത്ത് ആദ്യമേ മന്ത്ലി ക്യാൻഡിൽ ഓപ്പൺ ആക്കുക. കാരണം എന്താണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഡെയിലിയിലാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ലെവൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഡെയിലിയിൽ. ബട്ട് ഇതിലും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള നമ്മളിവിടെ നോക്കുമ്പോൾ കണ്ടോ, ഇത് മൾട്ടിപ്പിൾ ടൈമിൽ എടുത്തിട്ടുണ്ട്. ഇതിലും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ് ഈ ഒരു ലെവൽ. അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു സ്വിങ്ങിൻ്റെ ടോപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ടോപ്പുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ്. അപ്പോൾ വലിയ ടൈം ഫ്രെയിമിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസ് ഡ്രോ ചെയ്യുക. അതിനുശേഷം അതിനേക്കാളും ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരിക, അതിൻ്റെ അകത്തുള്ള ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ഡെയിലിയിലേക്ക് വന്നിട്ടും റെസിസ്റ്റൻസും സപ്പോർട്ടും ബാക്കിയുള്ളത് വരയ്ക്കുക. അപ്പം ഏറ്റവും സ്ട്രെങ്ത് ഉള്ള സപ്പോർട്ട് റെസിസ്റ്റൻസും ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലിയിലുള്ളതായിരിക്കും. ഡെയിലിയിലോട്ട് വരുമ്പോഴത്തേനും ആ ഒരു ലെവലിനേക്കാളും ഇമ്പോർട്ടൻസ് കൂടുതലാണ് വീക്കിലിയിൽ അല്ലെങ്കിൽ മന്ത്ലിയിലുള്ള ലെവൽ. മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീക്കിലിയിലും മന്ത്ലിയിലും പ്രൈസ് ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ്സിലും നമുക്ക് ഈ ഒരു ലെവൽസ് തരും. ഓക്കെ, വീക്കിലിയിലും അല്ലെങ്കിൽ ഡെയിലിയിലൊക്കെ. ഓക്കെ, അപ്പം ബട്ട് നമ്മുടെ ആക്ച്വൽ ഇമ്പോർട്ടൻറ്റ് ലെവൽ ഏതാണ്? ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, ആ ഒരു ലെവലിൽ നിന്ന് പ്രൈസ് ഇതുണ്ടോ, മന്ത്ലിയിൽ ഓപ്പൺ ആയി കഴിയുമ്പോൾ കണ്ടോ പ്രൈസ് എന്താണ് ഇവിടെ ഇങ്ങനെ 2M ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ലെവലാണ്. ഓക്കെ, ബാക്കിയുള്ള ഈ ഒരു ചെറിയ ചെറിയ ലെവൽസ്, ഇതിനകത്തുള്ള ലെവൽസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയൊക്കെ ഈ ഒരു ചെറിയ ലെവൽസ് നമ്മൾ യൂസ് ചെയ്യും. എക്സിറ്റ് ആകാനും ചെറിയ ലെവൽസ് യൂസ് ചെയ്യും. ബട്ട് നമ്മൾ ഓവറോൾ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഈ ഒരു വലിയ ലെവൽസിൽ നിന്ന് ടൈം ഫ്രെയിം ചെറുത് വീക്കിലിയിലേറ്റും ഡെയിലിയിലും വന്നിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ചാർട്ട്സൊക്കെ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിളും കൂടെ എടുത്ത് നോക്കാം. നമ്മൾ ഒരു സ്റ്റോക്കും കൂടെ എടുത്തിട്ടുണ്ട്, കിർലോസ്കർ ബ്രോസ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഡെയിലിയിൽ എന്താണ്, ഡെയിലി ക്യാൻഡിലേക്ക് വന്നിട്ടുണ്ട് നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കാൻ. ഇത് ശരിയായ മെത്തേഡാണോ? അല്ല, നമ്മൾ ആദ്യമേ വലിയ ടൈം ഫ്രെയിമിലേക്കാണ് വരേണ്ടത്. കാരണം നമുക്ക് ഈ ഒരു ഡെയിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു വർഷത്തെ ചാർട്ടൊക്കെയാണ് കാണാൻ സാധിക്കത്തുള്ളൂ, ഒരു 4-5 മാസത്തേക്കാണ് കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിന് മുമ്പ് ഈ ഒരു സ്റ്റോക്കിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. നമ്മൾ ആദ്യമേ തന്നെ ഇത് സ്വിച്ച് ചെയ്ത് മന്ത്ലിയിലേക്ക് പോവുക. അതിനുശേഷം കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഒരു ചാർട്ട് ഓപ്പൺ ആക്കുക ഈ ഒരു സ്റ്റോക്കിൻ്റെ. ഇപ്പോൾ 2010 തൊട്ട് 2023 വരെയുള്ള നമുക്ക് ചാർട്ട് കിട്ടി. ഓക്കെ, ഇനി ഈ ഒരു സ്റ്റോക്കിൽ എന്താണ് സംഭവിച്ചതെന്ന് നോക്കുക. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ തുടങ്ങി, നമ്മൾ പറഞ്ഞു നോക്കുക, ഇങ്ങനെ മുകളിൽ പോയി, അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ്, വീണ്ടും ഒരു അപ്പ് ട്രെൻഡ്, വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ്, പിന്നെ ഒരു കൺസോൾട്ടേഷനൊക്കെ കഴിഞ്ഞ് അപ്പ് ട്രെൻഡ്, വീണ്ടും ഒരു ഡൗൺ ട്രെൻഡ്, ഒരു കൺസോൾട്ടേഷൻ, പിന്നെ ഒരു അപ്പ് ട്രെൻഡ്. ഇത്രയാണ് സംഭവിച്ചത്. അപ്പോൾ നമ്മളിപ്പം കറൻറ്റിൽ ട്രേഡ് ചെയ്യുന്നത് എത്രയാണ്? 841. അപ്പോൾ ഇതിന് മുകളിൽ പ്രീവിയസിൽ എവിടെയെങ്കിലും ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു റീജിയനിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടോ? ഈ ഒരു റീജിയനിൽ ഇല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയന് മുകളിലുള്ള റെസിസ്റ്റൻസ് കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് ഇതിന് മുകളിലുള്ള ലെവൽ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മന്ത്ലിയിൽ ഇവിടെ എന്തെങ്കിലും കാണാൻ സാധിക്കുന്നുണ്ടോ? മന്ത്ലിയിൽ അധികം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവിടെ റെസിസ്റ്റൻസ് വരയ്ക്കാനേ പറ്റില്ല ആ ഒരു റീജിയനിൽ. നമ്മൾ വീക്കിലിയിലോട്ട് പോയിട്ടാണ് ഈ ഒരു ക്യാൻഡിലിൽ റെസിസ്റ്റൻസ് വരയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുമോ നോക്കാം, നമുക്ക് സപ്പോർട്ട് വരയ്ക്കാൻ പറ്റുമെന്ന്. ഓക്കെ, ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽസ് നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ലെവൽസ് നോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ലെവലും ഏകദേശം ഈക്വൽ റേഞ്ചിലാണ്. അപ്പോൾ ഇത് ചേർത്ത് നമുക്കൊരു ഡ്രോ ചെയ്യാം. ഒരു ഇമ്പോർട്ടൻറ്റ് പ്രൈസ് ആക്ഷനാണ്. അപ്പോൾ ഏകദേശം ഇതിന് കുറച്ച് മുകളിൽ പോയി എങ്കിലും ആ ഒരു റീജിയനിൽ നിന്ന് പ്രൈസ് വീണ്ടും താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഈ ഒരു ലൈനാണ് നമുക്ക് ആദ്യമേ കിട്ടുന്നത്. അതുപോലെ തന്നെ ഇതിന് മുകളിൽ ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ലെവൽ നമുക്ക് മന്ത്ലിയിൽ വരയ്ക്കാം. ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു, നമ്മൾ ആദ്യമേ ചാർട്ടിൽ പോയി ഐഡൻറ്റിഫൈ ചെയ്തു, അതിനുശേഷം ഹൊറിസോണ്ടൽ ലൈൻ എടുത്തു. അവിടെ എന്താണ്, ഇപ്പോൾ കറൻറ്റ്ലി നിൽക്കുന്നതിന് താഴെയാണ് ആ ഒരു ലെവൽ. അപ്പോൾ അവിടെ എന്താണ്, അത് സപ്പോർട്ടാണ്, അത് കുറച്ച് സ്ട്രെങ്ത് ഉള്ള സപ്പോർട്ടാണ്. നമുക്ക് കണ്ടോ ആ ഒരു ലെവൽ നോട്ട് ചെയ്തു. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട് ഈ ഒരു ലെവൽസ്. അപ്പം ഈ ഒരു ലെവൽസും കൂടെ നോട്ട് ചെയ്യാം. ആ ഒരു ലെവലും നമുക്ക് കറൻറ്റ് പ്രൈസിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു 2 ലെവലാണ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റോക്ക് ഇപ്പം 841 ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മന്ത്ലിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു സ്റ്റോക്കിൻ്റെ മുകളിൽ ഇത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് റെസിസ്റ്റൻസ് ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ വീക്കിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് താഴോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് 486 ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവിടുന്ന് കണ്ടിന്യൂസ് ആയിട്ട് മുകളിലേക്കാണ് പോയത്. അവിടെ പ്രൈസ് തിരിച്ചു പോന്നിട്ടേ ഇല്ല. മുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് 4-5 മാസമായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൊണ്ട് നല്ല വോളിയം ഇൻക്രീസ് ആവുന്നുണ്ട്. നമ്മൾ വോളിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഈ ഒരു ലെവൽ ഈ ഒരു സ്റ്റോക്കിന് താഴോട്ട് വരുവാണെങ്കിൽ ഒരു നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ ഒരു ലെവൽ എന്തുമാത്രം താഴെയാണ് നിൽക്കുന്നത്? 841 നിന്ന് ഏകദേശം 400 രൂപ താഴെയാണ് ഈ ഒരു സപ്പോർട്ട്. ഈ ഒരു ലെവലിന് നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഈ ഒരു മന്ത്ലിയിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അകത്തൊരു റെസിസ്റ്റൻസ് കണ്ടെത്താൻ പറ്റുന്നില്ല. നമുക്കിനി വീക്കിലേക്ക് പോകാം. വീക്കിലേക്ക് വരുമ്പോൾ എന്താണ്? വീക്കിലേക്ക് വരുമ്പോൾ ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്ക് എക്സാക്റ്റായിട്ട് ഇത് കണ്ടോ, ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോക്ക് നല്ല രീതിയിൽ ഒരേ റീജിയണിൽ ട്രേഡ് ചെയ്തു. അപ്പം അത് നമുക്ക് ഡെയിലിയിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും അതിൻ്റെ അകത്ത് ഏതൊരു റീജിയണിലാണ് ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വീക്കിലിയിൽ നമുക്ക് വ്യക്തമായിട്ട് ലെവൽസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം എന്താണ്? സ്റ്റോക്ക് മുകളിലേക്ക് തന്നെയാണ് പോയത്. പതുക്കെ മുകളിലേക്ക് തന്നെയാണ് പോയത്. ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ നമുക്കിവിടെ ഈ ഒരു ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ എന്താണ്? ഈ ഒരു ക്യാൻഡിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബിയറിഷ് ക്യാൻഡിലാണ്. നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിനെ കുറിച്ച് പഠിച്ചു. ഈ ഒരു ക്യാൻഡിൽ എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ബിയറിഷ് ക്യാൻഡിലാണ്. ബട്ട് ഇവിടെ വോളിയം ഇൻക്രീസ് ആയോ? ഇല്ല. ഓക്കെ, ഇവിടെ വോളിയം ഇൻക്രീസ് ആയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. വീണ്ടും പ്രൈസ് കുറച്ചും കൂടെ താഴോട്ട് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ക്യാൻഡിൽ നമുക്ക് ഒന്ന് ഡെയിലിയിലേക്ക് പോകാം. ഓക്കെ, നമ്മൾ ഡെയിലിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കുറച്ച് പോയിൻറ്റ്സ്. ഓക്കെ, താഴത്തെ ലെവൽ അതുപോലെ തന്നെ കിടന്നോട്ടെ, അല്ലെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് കളയാം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. ഓക്കെ, നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിൽ അത്രയും താഴോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ ഒന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ കുറേ പോയിൻറ്റ് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ പോയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്വിങ് കിട്ടി, ഇങ്ങനെ ഒരു സ്വിങ് കിട്ടി, ഇങ്ങനെ ഒരു സ്വിങ് കിട്ടി, ഇങ്ങനെയാണ് പോയത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിൻറ്റുകൾ തമ്മിൽ ചേർത്ത് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ലെവൽ കിട്ടും, ഇങ്ങനെ ഒരു ലെവൽ കിട്ടി. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. ഈ താഴത്തെ പോയിൻറ്റുകൾ തമ്മിൽ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലുകൾ നമ്മൾ വരച്ച് ഇങ്ങനെ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ കണ്ടോ, ഇങ്ങനെ ഒരു ലെവൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയും ലെവൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഡെയിലിയിലേക്ക് പോയപ്പോൾ വീക്കിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. മന്ത്ലിയിൽ നമുക്കൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഡെയിലിയിലേക്ക് വന്നപ്പോൾ കുറച്ച് ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഡ്രോ ചെയ്യാം. ഈ ഡ്രോ ചെയ്ത ലെവൽസ് എല്ലാം എന്താണ്? അതെല്ലാം സപ്പോർട്ട് ലെവൽസാണ്. ആ പ്രൈസിൻ്റെ താഴത്തെ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ടി കുറച്ച് വരയ്ക്കാം. ഇത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ലെവൽ ഏതാണ്? അടുത്തത് നെക്സ്റ്റ് ലെവലാണ് ഈ ഒരു റീജിയൻ. ഓക്കെ, ഈ ഒരു റീജിയൻ നമുക്ക് ഏകദേശം ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇത് മുകളിൽ പോയി കഴിഞ്ഞിട്ട് ഇത് താഴോട്ട് വന്നിട്ട് ഇങ്ങനെ പോയി ഈ ഒരു റീജിയനിലാണ് സപ്പോർട്ട് എടുത്തത്. അപ്പം ഈ ഒരു റീജിയനിൽ ഒരു പ്രൈസ് ആക്ഷൻ സോണാണ്. ഇവിടെ വന്നപ്പോൾ പ്രൈസ് കുറച്ച് താഴോട്ടും വന്നിട്ടുണ്ട്, മുകളിൽ പോയിട്ട് താഴോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് അത് ബൗൺസ് ബാക്കും ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻറ്റ് ലെവലാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു റീജിയൻ നമുക്ക് കുറച്ച് വലുതായിട്ട് വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു റീജിയൻ. ഓക്കെ, ആ ഒരു റീജിയൻ. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തെ റീജിയൻ ഏതാണ്? ഈ ഒരു ലെവൽ ചെറിയ ഇമ്പോർട്ടൻസ് ഉള്ള ലെവലാണ്. കാരണം എന്താണ്? ഈ ഒരു സ്റ്റോക്ക് ഇവിടെ നിന്ന് വന്നപ്പം ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുത്തു, താഴോട്ട് വന്നു, മുകളിലേക്ക് പോയി, ഇവിടെ പോയി റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴോട്ട് വന്നു. അപ്പോൾ താഴോട്ട് വന്നപ്പോൾ ഇവിടെ വീണ്ടും സപ്പോർട്ട് എടുത്തു. അപ്പം ഈ ഒരു റീജിയൻ റെസിസ്റ്റൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ സപ്പോർട്ടും ആക്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലെവലിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വീണ്ടും ആ ഒരു ലെവൽ നോട്ടിഫൈ ചെയ്യാം. നമുക്ക് താഴത്തെ 2 ലെവൽ കിട്ടി. ഇനി വേണമെങ്കിൽ താഴത്തെ ലെവൽസ് വേണമെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, ഇത് കണ്ടോ, ഇതൊരു ലെവലാണ്, ഇത് ഏകദേശം ഒരു ലെവലാണെന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് നല്ല ലെവലുകൾ മാത്രം നോട്ട് ചെയ്യുക. നമുക്ക് ഈ ഒരു ചാർട്ടിൽ നമുക്ക് അധികം ലെവൽസ് കിട്ടുന്നില്ലാത്തതുകൊണ്ടാണ് ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ഒരു കംപ്ലീറ്റ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് റീജിയനാണ്, അല്ലാതെ ഓരോ സപ്പോർട്ട് റീജിയൻസ് അല്ല. ഈ വരച്ചു വെച്ചിരിക്കുന്ന ഒരു സപ്പോർട്ട് റീജിയനാണ്. അപ്പോൾ എന്താണ്? ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് വരുമ്പോഴത്തേനും ഫസ്റ്റ് ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കാൻ പോസിബിലിറ്റി ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് വീണ്ടും മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഏത് ലെവൽ കിട്ടും? ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ്. ഓക്കെ, നമുക്കിവിടെ മുകളിൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഹൈ മാത്രമാണ്, ഒരു സിംഗിൾ പോയിൻ്റാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് ആയിട്ടും കൂടെ ഒന്ന് ഡ്രോ ചെയ്യാം.
ഇപ്പോൾ കണ്ടോ, നമുക്ക് ഈ ഒരു ലെവൽസ് ഒന്നും ഇപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ലെവൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇതിന് താഴെ പോകുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിനെ അനാലിസിസ് ചെയ്യുന്നേ ഇല്ല. കാരണം നമ്മുടെ ഹൈനേക്കാളൊക്കെ ഒത്തിരി താഴോട്ട് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക്, ഈ ഒരു അപ് ട്രെൻഡിൽ പോകുന്ന സ്റ്റോക്ക് അത് താഴോട്ട് പോരാൻ തുടങ്ങി, ഡൗൺ ട്രെൻഡിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് നമ്മൾ അത് നെഗ്ലക്റ്റ് ചെയ്ത് കളയും. അങ്ങനെയുള്ള സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന റെസിസ്റ്റൻസും ഇതിനോട് ചേർന്ന് നിൽക്കുന്ന സപ്പോർട്ട് റീജിയനും ഈ ഒരു 2 ലെവലാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇത് താഴോട്ട് വരുമ്പോൾ ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്, മുകളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ ഒരു റീജിയനിൽ റെസിസ്റ്റൻസ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഒരു സിംഗിൾ പോയിൻ്റാണ് കിട്ടിയത്. അപ്പം വീണ്ടും ഈ ഒരു സ്റ്റോക്ക് ഇവിടെ വന്ന് ഇങ്ങനെയാണ് പോയിട്ട് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ സാധിക്കും ഈ ഒരു റീജിയൻ നല്ലൊരു റെസിസ്റ്റൻസ് റീജിയനാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു റീജിയനും കിട്ടിയതുകൊണ്ട് ഇത് നമുക്ക് പറയാൻ പറ്റും നല്ലൊരു സപ്പോർട്ട് റീജിയനാണ്. അപ്പോൾ വീണ്ടും ഈ ഒരു ലെവൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇതൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് റീജിയനാണ്, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് റീജിയനാണ്. അപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു താഴത്തെ ഇത്രയും ദൂരത്തിലുള്ള ലെവൽസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു വലിയ ടൈം ഫ്രെയിം എന്തിനാണ് എടുത്തത്? നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും കൃത്യമായിട്ട് സപ്പോർട്ടും റെസിസ്റ്റൻസും ഒക്കെ ഡ്രോ ചെയ്യുന്നതിനും വേണ്ടിയാണ്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ.